ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 12. ഓക്കെ, അപ്പോൾ നമ്മുടെ 12ാമത്തെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡ് ആണ്. സോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ വേൾഡ് ഇന്ന് ചുറ്റി കാണിച്ചു കൊടുക്കുക. അത് തന്നെ. അപ്പം എൻ്റെ വേൾഡിൻ്റെ എപ്പിസോഡ്, എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 12 വരെയുള്ള എപ്പിസോഡ്, അല്ല 11 വരെയുള്ള എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചുമ്മാ കാണുന്നതാണെങ്കിൽ കണ്ടോ. അപ്പോൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഇതാണ് എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ്. ഞാൻ ജനിച്ച് വീണത് തന്നെ. അപ്പം നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആദ്യമേ സ്പോണായത് ഇതാണ്ട് കാണിച്ചു തരാം. താഴോട്ട് അങ്ങനെ. സോ ഇതാണ് എൻ്റെ വേൾഡ്. ഞാൻ കാണിച്ചു തരാം. സോ അത് ആ ഒരു ഇരിക്കുന്ന ബ്ലോക്ക് ഉണ്ടോ, അതാണ് ഞാൻ ആദ്യമായിട്ട് മൈൻഡ് ചെയ്ത ബ്ലോക്ക്. ഇവിടെ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. ആ മരം അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ ലോഗ് മാറ്റി വെച്ച് ഇതാണ് ഞാൻ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക്. അതിൻ്റെ മണ്ട ഒരു ഡയറക്ടറും കൂടെ വെച്ചിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല. അവിടെ നിന്ന് നേരെ പോയപ്പോൾ തന്നെ എനിക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ആ വില്ലേജ് ഗൈസ് വലിയ കുഴപ്പമില്ല. ആൻഡ് വില്ലേജിൽ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് ഇങ്ങനെ ബേസ് സെറ്റപ്പ് ചെയ്യാനുള്ള വരുമ്പോഴാണ് ഞാനിങ്ങനെ ഇവിടെ തപ്പി നോക്കിയപ്പോൾ ഇവിടെ കാട് ആൻഡ് അപ്ഡേറ്റ് പോകുന്നുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി മരമൊക്കെ ഒത്തിരി മരം ഉണ്ടായിരുന്നു. അതൊക്കെ നട്ട് ഇതൊരു വലിയൊരു മരമായിരുന്നു. ആ മരം ഞാൻ ഫ്ലാറ്റാക്കി. ഇതാണ്ട് ഇവിടെ കുറേ ചെസ്റ്റ് കുറേ ഇതാണ് എൻ്റെ ഒരു എപ്പിസോഡ് കൊണ്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കി ഒരു വീടാണ്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലോ? ഓക്കെ, സോ ആ ഒരു വീടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതെന്ത് അടിപൊളിയാണെന്നറിയോ? ഡോറിൻ്റെ സൈഡ് തന്നെ ഇതാണ് ഓട്ടോമാറ്റിക് ഡോറാണ്. അത് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിൽ എൻ്റെ ഒരു ബെസ്റ്റ് അവൻ ഒരു സബ്ജക്റ്റാണ്. വീട്ടിൻ്റെ ചാടി ഉണ്ടാക്കണമെന്നുണ്ട്. ഉണ്ടാക്കാനുള്ള നമ്മുടെ ഈ ഒരു റൂമിനകത്ത് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് നമ്മുടെ മെഗാ മെഗാ അയൺ ഫാം ഉണ്ട്. ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് മുങ്ങിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. എൻ്റെ ഇവിടെ ഒരു മോബ് ഫാം ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ എൻ്റെ യൂട്യൂബ് ചാനലുള്ള വ്യൂവേഴ്സിന്
ഇതിനകത്ത് പറയണേ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വീടിനകത്ത് തന്നെ നടന്നു വാങ്ങും. ഇവിടെ തന്നെ ഇങ്ങനെയല്ലേ ഞാൻ ഉറങ്ങുന്നത് സാധാരണ. എൻ്റെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിനോട് ഞാൻ അടിപൊളിയല്ലേ നമ്മുടെ ഇതിനകത്ത് ഞാൻ ഒരു സ്റ്റീറ്റിങ് പോലും ഉപയോഗിക്കാൻ ഇത്ര വന്നത് സത്യം സത്യം. ഇവിടെ തന്നെ ഉണ്ടായത്. അപ്പൊ നമുക്ക് പോവാം. അടുത്താണ് ഞാൻ വീട്ടിൽ ചെയ്ത് വെച്ചത് ഒരു ഷുഗർ കെയിൻ ഫാം താഴെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അണ്ണാ ഇത്രയൊക്കെ ഉള്ളതെന്ന്. ഇതാണ് ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ഞങ്ങൾ 12 എപ്പിസോഡ് ഇട്ടത്. നോമാൻ നിങ്ങൾ വിചാരിക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് വാ നമ്മുടെ സാമ്രാജ്യം നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ സാമ്രാജ്യത്തിലെ ഒരു. അപ്പം ഞാനിവിടെ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ ഒരു 2-3 എപ്പിസോഡിന് 5 എപ്പിസോഡിനൊക്കെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയൊരു ഫാമാണ്. അങ്ങനല്ലേ ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയൊരു ഫാമാണ് ഈ ഒരു കൃഷി ഫാം. അപ്പം കൃഷി ഫാം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുണ്ട്. അത്ര ഉണ്ട്. കുറച്ചൊക്കെ ഞാൻ എടുത്ത് കുറേ പൊട്ടാറ്റൊക്കെയാണ് എൻ്റെ കയ്യിലിപ്പോൾ. കുറേ പൊട്ടാറ്റൊക്കെ ഞാൻ സ്ഥലത്ത് കൊടുത്തു. ആ സ്ഥലമൊക്കെ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ട് ഫാം. നല്ല എഫിഷ്യൻ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത കാര്യം ചെയ്യാം. അപ്പം ഇത്രയും കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്ക് അടിക്കും, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും പറഞ്ഞുള്ളൂ. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ തന്നെ നിന്നോളാം. അത് തന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം വീഡിയോ വരുന്നതായിരിക്കും. പറ്റത്തില്ലെങ്കിൽ ഒരു 2 ദിവസം വെച്ചൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും സ്വാഗതം പറഞ്ഞില്ല ഇനി മനസ്സിലുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ ഇതാണ് എൻ്റെ ഫാമിങ് ഏരിയ. ഓക്കെ, ഇതാണ് എൻ്റെ ഫാമിങ് ഏരിയ. സോ ഈ ഒരു ഫാമിങ് ഏരിയയിൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയൊരു ബിൽഡാണ് ഈ ഒരു വില്ലേജ് ഫാം. അന്ന് തന്നെ ഇത് പൊളിയുകയും ചെയ്തു. ഇവിടെ 2 വില്ലേജേഴ്സിന് ഇട്ടിട്ടുണ്ട്. വില്ലേജേഴ്സ് ഇവിടെ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഇത് മരുന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ ക്യാരറ്റ് കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ മര്യാദയ്ക്ക് ബ്രീഡാവുന്നില്ല. ബ്രീഡായാൽ ഇവിടെ വില്ലേജേഴ്സ് വരേണ്ടതാണ്. ഇവിടെ കുട്ടി വില്ലേജേഴ്സ് അവർ വിടും. കുട്ടി വില്ലേജേഴ്സ് നേരെ ഒഴുകി വേണ്ട ഇവിടെ വരും. അവർ വലുതായിട്ട് ഓട്ടോമാറ്റിക്കലി അവർ നേരെ ഈ അറ്റത്ത് അങ്ങ് കൂടി കഴിഞ്ഞിരിക്കും. ഇതാണ് എൻ്റെ അയൺ ഫാമിൻ്റെ ലോജിക്. ഓക്കെ, ഇൻപുട്ട് ഇവിടെയാണ് വരുന്നത്. ഔട്ട്പുട്ട് ഇതാണ് എൻ്റെ വില്ലേജ് പോയി. രണ്ടാമതുണ്ടാക്കിയാണ് ഇത് ഒടുക്കത്തെ കാര്യം നമ്മൾ മൈൻഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അങ്ങനത്തെ റിസൾട്ട് ഭയങ്കരമാണ്. ആ റിസൾട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ആ ഒരു ഇതുണ്ടാക്കിയത്, ഉണ്ടാക്കിയത്. ആൻഡ് ഈ പെട്ടി തുറന്ന് നോക്കിയാൽ കൂടുതൽ സാധനമൊന്നും കാണത്തില്ല. കാരണം ഞാൻ കുറേ എണ്ണം ആൻഡ് കുറച്ച് ഇരിപ്പുണ്ട് വെച്ചു. കൊള്ളാം, അടിപൊളി. ഓക്കെ ഓക്കെ, ഇതിനെല്ലാം എന്നെ സഹായിച്ച ഇവനാണ്. അപ്പം അടുത്ത ഞാൻ 2 എപ്പിസോഡിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്ത ഒരു ഫാമാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മൂവ് ഫാം. ഈ ഒരു മൂവ് ഫാം നല്ല വർക്കിംഗ് ആണ്. എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ എഫ് കെ നിന്നിട്ട് കുറേ നേരം നിന്നു. കുറേ നേരം നിന്ന് സോമൊക്കെ
ഇതിനകത്ത് കുറേ ട്രാപ്പ് ആ ട്രീ ഫാമിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. സ്പൂണാവുന്നുണ്ടോ? എന്നിട്ട് ഞാൻ ഇവിടെ സ്പൂണാക്കി താഴെ വെച്ചേക്കാൾ പണിയായിരിക്കും ഇവരുടെ കാര്യമാണെന്ന് പറയാനില്ല. റെസ്റ്റിനടുത്തിട്ടുണ്ട്. വേൾഡ് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൂടി ചിക്കാനുണ്ട്. ആൻഡ് അടുത്ത എന്ത് ചെയ്യണമെന്ന് പുതിയ സബ്സ്ക്രൈബേഴ്സും കൂടെ പറയാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ചിലപ്പോൾ ഇതിനകത്ത് വേറെ ആരുമില്ല. ഓക്കെ, സോ ഇവിടെയാണെങ്കിൽ എൻ്റെ എക്സ്പോർട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചാണ്. നോ പ്രോബ്ലം. ഒരു പ്രോബ്ലവും ഇല്ല. എല്ലാവർക്കും അയ്യോ ഇവിടെ എനിക്ക് വേറെ ഇവിടെ എനിക്ക് വേറൊരു ഫ്രണ്ടുണ്ട്. ഇല്ല മറപ്പൊണ്ണത്തിൽ ഇതാണ് എൻ്റെ വേറൊരു പട്ടിക്കുട്ടി. ആൻഡ് ഇതാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഉള്ള ഒരു ചാറ്റിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഞാനാ ചീറ്റിനെ കളിപ്പിക്കുന്നത് ഇതാണ്. ആൻഡ് ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കിയതാണ്. ആ ഒരു വില്ലേജേഴ്സ് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ടോ? അത് ഇതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. അവിടെ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് രണ്ടില്ലായിരുന്നു. അവർ ഒരാൾ ഗ്രീൻ ഗ്രൂട്ടും ആയി. ഓക്കെ ഞാൻ ഇപ്പോൾ പറയാനാ. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫാമിംഗ് ഐലൻഡിലുള്ള ഇത്രയും കാര്യങ്ങൾ. ആൻഡ് അപ്പം ഇനി നിങ്ങളുടെ സപ്പോർട്ട് കാണണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത വീഡിയോ ആണ്. ആൻഡ് എല്ലാവർക്കും ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇത് 12ാമത്തെ എപ്പിസോഡാണ്. അടുത്താണ് 13ാമത്തെ എപ്പിസോഡ്. ആൻഡ് ഇത് അടുത്ത 12ാമത്തെ എപ്പിസോഡാണെന്ന് വെച്ചാൽ ആരും കാണാൻ അടുത്ത 13ാമത്തെ എപ്പിസോഡാണ്. സോ അപ്പോൾ അടുത്ത എപ്പിസോഡ് ഇട്ട് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുക, പവറാക്കുക. അപ്പം നിങ്ങൾ ഇനി പോയിട്ട് നാളെ വാ.